ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10th പ്രിലിംസ് 2022 50 ഡേയ്സ് സ്റ്റഡി പ്ലാനിൽ ഇന്ന് പഠിക്കാനുള്ളത് ജനറൽ സയൻസ് ആറ്റത്തിന്റെ ഘടനയും ഈ ടോപ്പിക്കിൽ വരുന്ന 4 SCRT പാഠഭാഗങ്ങളാണ്. ആദ്യത്തേത് 6th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 9 ചേർക്കാം പിരിക്കാം, രണ്ടാമത്തേത് 8th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 4 പദാർത്ഥ സ്വഭാവം, മൂന്നാമത്തേത് 9th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 1 ആറ്റത്തിന്റെ ഘടന, നാലാമത്തേത് 10th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 2 വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 9 ചേർക്കാം പിരിക്കാം എന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ചേർക്കാം പിരിക്കാം ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇതിൽ പഠിക്കേണ്ട ആദ്യത്തെ പോയിന്റ് എന്താണ് തന്മാത്ര. ഇത് തന്നെ ചോദിച്ചിട്ടുണ്ട് PSC. എന്താണ് തന്മാത്ര അഥവാ മോളിക്യൂൾ? ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. അപ്പൊ ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണികയാണ് എന്തെന്ന് പറയുന്നത്? തന്മാത്ര എന്ന് പറയുന്നത്. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിലുള്ള പദാർത്ഥങ്ങൾ തന്മാത്രകളാൽ നിർമ്മിതമാണ്. സോളിഡ് ആയാലും ലിക്വിഡ് ആയാലും ഗേഷ്യസ് ഫോമിലായാലും ഈ പദാർത്ഥങ്ങൾ എന്താൽ നിർമ്മിതമാണ്? തന്മാത്രകളാൽ നിർമ്മിതമാണെന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അപ്പോ ഈ തന്മാത്രകളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്താനുള്ള കുറച്ച് എക്സ്പെരിമെന്റ്സ് ആണ് ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത്. ഇനി എന്താണ് ശുദ്ധ പദാർത്ഥങ്ങൾ അഥവാ പ്യുവർ സബ്സ്റ്റൻസസ്? കൽക്കണ്ടത്തിൽ അതിന്റെ തന്മാത്രകൾ മാത്രമല്ലേ ഉള്ളത്? ഒരു പദാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള തന്മാത്രകൾ മാത്രമാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെയാണ് ശുദ്ധ പദാർത്ഥം എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് ശുദ്ധ പദാർത്ഥം അഥവാ പ്യുവർ സബ്സ്റ്റൻസസ്? ഒരു പദാർത്ഥത്തില് ഒരു തരത്തിലുള്ള തന്മാത്രകൾ മാത്രം കാണപ്പെടുന്നുവെങ്കിൽ അതിനെയാണ് ശുദ്ധ പദാർത്ഥം എന്ന് വിളിക്കുന്നത്. ഉദാഹരണം ജലം. ജലം ഒരു ശുദ്ധ പദാർത്ഥമാണ്. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ കേരള PSCക്ക് വേണ്ടിയിട്ട് ഒരുപാട് ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു അടിപൊളി ഓഫർ എന്ന് പറയുന്നത് 20% ഡിസ്കൗണ്ട് ആണ് സബ്സ്ക്രിപ്ഷന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ആ 20% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 20% ഓഫ് ആണ് കിട്ടാൻ പോകുന്നത്. ഈ ഒരു ഓഫർ April 25th മുതൽ 28th വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉടൻ തന്നെ എല്ലാവരും സബ്സ്ക്രിപ്ഷൻ എടുത്തോളാം. KSന് വേണ്ടിയിട്ട് പുതിയൊരു കാറ്റഗറി തന്നെ ലോഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ April 27th ഒരു 100 ഡേയ്സ് കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് SCRT ഓറിയന്റഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന എല്ലാ കോഴ്സുകളും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. 20% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് April 21st 150 ഡേയ്സ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതുപോലെ 10th ലെവൽ പ്രിലിംസിന് ഓൾറെഡി ബാച്ച് കോഴ്സ് പോകുന്നുണ്ട്. റിവിഷൻ ബാച്ച് കോഴ്സ് ആണ്. LP UP എക്സാം, 10th ലെവൽ പ്രിലിംസ് എക്സാം, ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം, KS പ്രിലിംസ് ആൻഡ് മെയിൻസിനെ ഫോക്കസ് ചെയ്തിട്ട് ബാച്ച് കോഴ്സസ് പോകുന്നുണ്ട്. അപ്പൊ 20% ഡിസ്കൗണ്ട് April 25 മുതൽ 28 വരെ ഉള്ളൂ. അപ്പൊ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ശുദ്ധ പദാർത്ഥങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ. ഈ ഉദാഹരണങ്ങൾ നോക്കി വെക്കണം. കാരണം താഴെ തന്നിരിക്കുന്നതിൽ ശുദ്ധ പദാർത്ഥങ്ങൾക്ക് ഉദാഹരണം ഏത്, അല്ലാത്തത് ഏത് എന്ന് ചോദിക്കാം. അപ്പൊ കുറച്ച് ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കറിയുപ്പ്, അപ്പക്കാരം, ഓക്സിജൻ, അലുമിനിയം, കോപ്പർ ചെമ്പ്, വെള്ളി, ഗ്ലിസറിൻ, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, തുരിശ് എന്നിവ ശുദ്ധ പദാർത്ഥങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ, അപ്പൊ ജലം എന്ന് പറയുന്നതും ഒരു ശുദ്ധ പദാർത്ഥമാണ്. ഇനി എന്താണ് മിശ്രിതം അഥവാ മിക്സ്ചർ? ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് മിശ്രിതം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? മിശ്രിതം എന്ന് വിളിക്കുന്നത്. ഉദാഹരണം നോക്കാം. പഞ്ചസാര ലായനി. പഞ്ചസാര ലായനി എന്ന് പറയുന്നത് ഒരു മിശ്രിതമാണ്. കാരണം അതിൽ ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ അടങ്ങിയിട്ടുണ്ട്. പഞ്ചസാര, ജലം എന്നീ തന്മാത്രകൾ ഏതിൽ അടങ്ങിയിട്ടുണ്ട്? പഞ്ചസാര ലായനിയിൽ അടങ്ങിയിട്ടുണ്ട്. സോഡ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകം നോക്കിയിരിക്കുക. സോഡയിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകൾ ജലവും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. ജലവും കാർബൺ ഡൈ ഓക്സൈഡും.
ഓക്സിജൻ എന്ന് പറയുന്നത് ഒരു ശുദ്ധപദാർത്ഥമാണ്. ഓക്സിജനിൽ ഓക്സിജൻ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. വായു, നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ജലകണങ്ങളുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. മെർക്കുറി അഥവാ രസത്തിൽ മെർക്കുറി മാത്രമേ ഉള്ളൂ. അപ്പൊ അതെന്താണ്? ഒരു ശുദ്ധപദാർത്ഥമാണ്. ഇരുമ്പ് ശുദ്ധപദാർത്ഥമാണ്. കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത് എന്താണ്? കോപ്പർ സൾഫേറ്റ് തുരിശ്, അത് ശുദ്ധപദാർത്ഥമാണ്. അപ്പൊ ഇവയെ ശുദ്ധപദാർത്ഥം, മിശ്രിതങ്ങൾ എന്നിങ്ങനെ വേർതിരിക്കാൻ വേണ്ടി മനസ്സിലായി. ഒന്നിൽ കൂടുതൽ തന്മാത്രകൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മിശ്രിതവും, ഒരു തന്മാത്ര മാത്രം അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എന്താണ്? ശുദ്ധപദാർത്ഥവും ആണ്. ഇനി മിശ്രിതങ്ങൾ പലതരത്തിലുണ്ട്. ഓക്കെ, ഏകാത്മക മിശ്രിതവും ഭിന്നാത്മക മിശ്രിതവും. എന്താണ് ഏകാത്മക മിശ്രിതം അഥവാ ഹോമോജീനിയസ് മിക്സ്ചർ? ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുകയാണെങ്കിൽ അത്തരം മിശ്രിതത്തെയാണ് ഏകാത്മക മിശ്രിതം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുകയാണെങ്കിൽ അത്തരം മിശ്രിതത്തെ എന്തെന്ന് വിളിക്കുന്നു? ഏകാത്മക മിശ്രിതം എന്ന് വിളിക്കുന്നു. ഇനി ഭിന്നാത്മക മിശ്രിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മിശ്രിതത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ അതിനെയാണ് ഭിന്നാത്മക മിശ്രിതം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണമാണ് ജലത്തില് ഉപ്പ് കലക്കുന്നത്. ജലത്തിൽ ഉപ്പ് കലക്കുമ്പോഴത്തേക്കും എല്ലാ ഭാഗത്തും ഒരേ ടേസ്റ്റ് തന്നെ നമുക്ക് തോന്നും. പക്ഷേ ജലത്തില് ചോക്കുപൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും പല ഭാഗത്ത് പല രീതിയിലായിരിക്കും കാണുന്നത്. അപ്പം ഈ ഉപ്പുവെള്ളം എന്ന് പറയുന്നത് ഏകാത്മകവും ചോക്കുപൊടി കലർത്തിയ വെള്ളം എന്ന് പറയുന്നത് ഭിന്നാത്മകവുമാണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി ലായനികൾ പലതരം. ലായനി എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ. അപ്പൊ ലായനിയില് ലീനവും ലായകവും ഉണ്ട്. അതായത് സൊല്യൂട്ടും ഉണ്ട്, സോൾവെന്റും ഉണ്ട്. ലീനം എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട്, സോൾവെന്റ് എന്ന് പറഞ്ഞാൽ ലായകം. ആ രണ്ടും കൂടെ കലരുമ്പോഴാണ് എന്താവുന്നത്? ലായനി ആവുന്നത്. അപ്പോ ഉദാഹരണം, ബ്രാസ് ഒരു ലായനിയാണ്. ഇത് സോളിഡ് ലായനിയാണ്. അതായത് രണ്ട് ഖരവസ്തുക്കൾ ചേർന്നതാണ് ബ്രാസ് അഥവാ പിച്ചള. ഏതൊക്കെയാണ് അതിൽ ഉൾപ്പെട്ട വസ്തുക്കൾ? സിങ്കും കോപ്പറും കൂടെ മിക്സ് ചെയ്താണ് ബ്രാസ് അഥവാ പിച്ചള ഉണ്ടാക്കുന്നത്. സോഡ, ജലവും കാർബൺ ഡൈ ഓക്സൈഡും. ഒരെണ്ണം ലിക്വിഡ് ഫോമിലും ഒരെണ്ണം ഗേഷ്യസ് ഫോമിലുമാണ് കാണപ്പെടുന്നത്. ഗ്ലിസറിൻ വെള്ളത്തിൽ ലയിച്ചത്, ഗ്ലിസറിൻ ജലം. വായു, നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലകണികകൾ മുതലായവ. ഓക്കെ, അപ്പോ ബ്രാസ് എന്ന് പറയുന്ന ഖരത്തിൽ ലയിച്ചതാണ്. സോഡ എന്ന് പറയുന്നത് വാതകം ദ്രാവകത്തിൽ ലയിച്ചതാണ്. ഗ്ലിസറിൻ വെള്ളത്തിൽ ലയിക്കുന്നത് എന്താണ്? രണ്ടും ലിക്വിഡ് ഫോമിലാണ്. ദ്രാവകത്തിൽ ലയിച്ചതാണ്. പിന്നെ വായുവില് ബാക്കി വായുവും അതുപോലെ എന്താണ് ജലകണികൾ, അത് ലിക്വിഡ് ഫോമിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് ഡിഫറെന്റ് ടൈപ്പിൽ എന്തുണ്ടാക്കാൻ പറ്റും? ലായനികൾ ഉണ്ടാക്കാൻ പറ്റും. ഒന്നിലധികം വസ്തുക്കൾ കലർന്നതോ ലയിച്ചതോ ആയ പദാർത്ഥങ്ങളാണല്ലോ നാം ഇതുവരെ പരിശോധിച്ചത്. അപ്പം ഇങ്ങനെയുള്ള വസ്തുക്കളെ വേർതിരിച്ചെടുക്കാൻ പറ്റുമോ? പറ്റും. പല രീതിയിൽ ദ്രാവകത്തിൽ കലർന്നിരിക്കുന്ന വസ്തുക്കളെ എന്ത് ചെയ്യാൻ പറ്റും? വേർതിരിച്ചെടുക്കാൻ പറ്റും. ഒരു രീതിയാണ് തെളിയൂറ്റൽ എന്ന് പറയുന്നത്. ഒരു മിശ്രിതത്തിലെ ഘടകവസ്തുക്കളെ അടിയിച്ച് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് തെളിയൂറ്റൽ. അപ്പോൾ ഒരു മിശ്രിതത്തിലെ ഘടകവസ്തുക്കളെ അടിയിച്ച ശേഷം മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് എന്ത് പറയുന്നത്? തെളിയൂറ്റൽ. അതാണ് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, വെള്ളം തെളിയിക്കാൻ വേണ്ടിയിട്ട് തെളിയൂറ്റി കിട്ടുന്ന ജലം പൂർണ്ണമായിട്ടും തെളിഞ്ഞതാണോ? അല്ല. ഈ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ അറിയാം കൂടുതലും ചെളിയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പൊ അതിനെ എങ്ങനെയാണ് തെളിഞ്ഞ വെള്ളമാക്കുന്നത്? കൂടുതൽ തെളിഞ്ഞ ജലം ലഭിക്കാൻ നമുക്ക് ഇനിയും എന്ത് ചെയ്യാൻ കഴിയും? ഫണൽ, ചായ അരിപ്പ, ഫിൽറ്റർ പേപ്പർ, തുണി കഷ്ണം, വട്ടി, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ തെളിയിക്കാൻ പറ്റും. അതായത് ആ ജലത്തിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കളെ കുറച്ചും കൂടിയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ വേണ്ടി പറ്റും. ഇനി ഒരു മിശ്രിതത്തിലെ ഘടകപദാർത്ഥങ്ങളെ അരിപ്പ ഉപയോഗിച്ച് വേർതിരിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് അരിക്കൽ. ഇത് കണ്ടിട്ടുണ്ടായിരിക്കല്ലോ, മണൽ അരിക്കുന്നത് അല്ലെങ്കിൽ മാവ് അരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഒരു മിശ്രിതത്തിലെ ഘടകപദാർത്ഥങ്ങളെ അരിപ്പ ഉപയോഗിച്ച് വേർതിരിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് എന്ത്? അരിക്കൽ. അടുത്ത മൂന്നാമത്തെ ഒരു മെത്തേഡാണ് ബാഷ്പീകരണം അഥവാ ഇവാപ്രേഷൻ. ഒരു ദ്രാവകം താപം സ്വീകരിച്ച് അതിന്റെ ബാഷ്പമായി മാറുന്ന പ്രവർത്തനത്തെയാണ് എന്ത് പറയുന്നത്? ബാഷ്പീകരണം അഥവാ ഇവാപ്രേഷൻ എന്ന് പറയുന്നത്. ഈ മൂന്ന് രീതി: തെളിയൂറ്റൽ, അരിയിക്കൽ, ബാഷ്പീകരണം. ഓക്കെ, അപ്പോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്.
വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. കുറച്ച് കാര്യങ്ങൾ, ഏകാത്മക മിശ്രിതം, ഭിന്നാത്മക മിശ്രിതം, ആ വക കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിരിക്കാം. ഓക്കെ, അപ്പോൾ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ അതിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിരിക്കാം, ജോയിൻ ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.